ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല നടപടികൾ 6-ാമത് അധികാരം 6-ാം അധ്യായം 7-ാമത് വചനം. അപ്പോസ്തല നടപടികൾ 6-ാമത് അധ്യായം 7-ാമത് വചനം. ആമേൻ. ആമേൻ. വളരെ പവർഫുള്ളായൊരു വചനമാണ്. ഞാൻ ഇന്നേക്ക് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പരന്നു. ഒന്നുകൂടെ വായിക്കാമോ വചനം? 7-ാമത് വാക്യം. ദൈവവചനം പരന്നപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം യെരൂശലേമിൽ എങ്ങും പെരുകാൻ തുടങ്ങി. അപ്പോസ്തല നടപടികൾ 6-ാം അധ്യായത്തിൽ വളരെ സഭയുടെ സ്പെഷ്യലായ ഒരു ചാപ്റ്റർ, ഒരു അധികാരമാണ് അപ്പോസ്തല നടപടികൾ 6-ാം അധികാരം. ആക്ച്വലി അപ്പോസ്തല നടപടികളിലെ ഒരു ചെറിയ ചാപ്റ്റർ, ജസ്റ്റ് 15 വചനം മാത്രം, 15 വാക്യം മാത്രം, ചെറിയൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ആ പ്രശ്നത്തിന് ആവിയാനവർ ഒരു സൊല്യൂഷനും കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ ചാപ്റ്റർ 6. ഹല്ലേലൂയ. நம்ம லைஃப்ல நம்ம வாழ்க்கையில் எல்லாமே பிரச்சனை இருக்கிறார். ஏன்னா நம்ம வாழ்க்கையில் ഒരു സൊല്യൂഷനും കർത്താവ് തരാൻ പോകുകയാണ്. നമ്മുടെ ലൈഫ് മുഴുവനും പ്രോബ്ലം അല്ല, ഒവ്വൊരു പ്രോബ്ലത്തിനും ഓരോ സൊല്യൂഷനുണ്ട്. ഇത് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മാറ വന്നപ്പോൾ ആ മാറയുടെ തൊട്ട് സൈഡിൽ സൊല്യൂഷൻ, ഒരു മരം കർത്തർ മോസസിന് കാണിച്ചു കൊടുത്തിരിക്കുക. നീ നിൻ്റെ കൊമ്പ് ഒടിച്ച് നീ വെള്ളത്തിലിട്, அந்த കയ്പ് കസപ്പ് വെള്ളം മധുരമായി മാറും. ഹല്ലേലൂയ. എപ്പോഴുമേ പ്രോബ്ലം വരും. ഏന്നാ പ്രോബ്ലം വരുമ്പോൾ തന്നെ അതിന് സൊല്യൂഷനും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരും. இந்த പകൽ കൂട്ടം ഒരു സൊല്യൂഷൻ്റെ കൂട്ടമാകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആക്ച്വലി യെസ്റ്റർഡേ നൈറ്റ്, ഇന്നലെ നൈറ്റ് വരെ ഞാൻ ഫുള്ള് ഹിന്ദിയിലായിരുന്നു, ഫുൾ ഹിന്ദി മീറ്റിംഗ് ആയിരുന്നു. എന്നാൽ നമ്മ ചർച്ചിൽ 5 days മിഷണറി കോൺഫറൻസ് നടന്നുകൊണ്ടേയിരിக்கிறார். ஹிந்தி கான்ஃபரன்ஸ். நம்ம ஊழியெல்லாம் வட இந்தியில் இருக்கு. அதனால உத்தரப்பிரதேஷ், குஜராத், மத்திய பிரதேஷ், டெல்லி, ஒரிசா, மகாராஷ்டிரா, இந்த 6 സ്റ്റേറ്റിൽ നിന്ന് മിഷണറിമാർ നമ്മ ചർച്ചിൽ വന്ന് 40 മിഷണറിമാർ വന്നിരിக்கிறார். അവരെല്ലാമേ ഹിന്ദി ഭാഷ, മലയാളം ഇല്ല, ഹിന്ദി ഭാഷ, മറാഠി ഭാഷ, പൗരി ഭാഷ, അലഗ് ലാംഗ്വേജ്, പല ഭാഷകളിൽ നിന്നാണ് വന്നത്. ഇപ്പം ഞാൻ തമിഴിലാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വരെ ഹിന്ദി ആയിരുന്നു, ഇപ്പം തമിഴിൽ. 1 week മുന്നാടി നേപ്പാളി ഭാഷയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് 1 week നേപ്പാളിൽ പോയിരുന്നത് 2 weeks മുന്നാടി. എനിവേ ഒവ്വൊരു ഭാഷകളിലും ഒരു അഭിഷേകം വന്നുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. இந்த சாப்டர், இந்த 6-ാമത് അധികാരത്തിലെ പ്രോബ്ലം, ഇത് ഒരു ഭാഷയുടെ പ്രോബ്ലം തന്നെ. നിങ്ങൾ 6-ാമത് അധികാരം 1-ാമത് വചനം. അവിടെ 2 ഭാഷ ഇരിക്കെ, 2 languages. ഒന്ന് ഗ്രീക്ക് ലാംഗ്വേജ്, ഗ്രീക്ക് ഭാഷ. 2 എബ്രായ ഭാഷ. ഓക്കെ, ഒന്ന് ഗ്രീക്ക് ഭാഷ, 2 എബ്രായ ഭാഷ. മറ്റേ ചർച്ച് ജെറുസലേം ചർച്ച് തന്നെ. ജെറുസലേം ചർച്ചിൽ ഗ്രീക്ക് യഹൂദന്മാരും ഉണ്ട്, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും ഉണ്ട്. എല്ലാവരും ജൂയിഷാണ്, യഹൂദരാണ്. എന്നാൽ 2 ലാംഗ്വേജ് തന്നെ അവർ സംസാരിക്കണം. ഒന്ന് ഗ്രീക്ക്, 2 എബ്രായ. ഭാഷാ പ്രശ്നം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പം ഞാൻ இந்த மேடையிலும் பாஷா பிரச்சனை தானே ஃபேஸ் பண்ணிக்கொண்டே இருக்கிறேன். ஹல்லேலூயா, ஹல்லேலூயா. நான் இந்தியாவில்
25 ലാംഗ്വേജിനോട് ഞാൻ കണക്റ്റഡ് ആണ്. 25 ലാംഗ്വേജിൽ நம்ம மினிஸ்ட்ரி இருக்கு. அந்த மினிஸ்ட்ரி இங்கே டிரான்ஸ்லேட் பண்ணிக்கொண்டே இருக்கிறார். ஆனால் காரோ பாஷை இருக்கு, காசி பாஷை இருக்கு, ஒரியா பாஷை இருக்கு, கொய்யி பாஷை இருக்கு, ബംഗാളി ഭാഷ ഇരിക്കെ. ഒവ്വൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴും അതാത് ഭാഷക്കാരുടെ ട്രാൻസ്ലേഷൻ വന്നുകൊണ്ടേ ഇരിക്കെ. അപ്പം ഞങ്ങൾ കേരളത്തിൽ മലയാളം യൂസ് ചെയ്യുന്നു, നിങ്ങളിവിടെ തമിഴ് യൂസ് ചെയ്യുന്നു. നമ്മൾ ബീഹാറിൽ പോയാൽ 65 ഭാഷ ഇരിക്കെ. അതെന്നാ സ്റ്റേറ്റ് തന്നെ, ഒരേ ഒരു സ്റ്റേറ്റിൽ 65 ലാംഗ്വേജ്. ഹല്ലേലൂയ. എന്താ പല ലാംഗ്വേജിലും ബൈബിളില്ലേ? പല ലാംഗ്വേജിലും ബൈബിളില്ലേ? എപ്പടി നാം അവരോട് യേശുവെ കാട്ടിക്കൊടുക്കും? അവിടെ തന്നെ അற்பുത അടയാള ഊഴിയം. நோய்கள் சுகமாகணும், கேன்சர் விட்டு போகணும், முடந்த சர்ப்பாணிகள் சாடி எழுന്നേക്കணும். அப்படி ஊழியமான வட இந்தியில் നടന്നു കൊണ്ടേ இருக்கிறார். எனவே இந்தியா ஒரு எழுப்புதல் കാണാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ഇതൊരു എളുപ്പതലിൻ കാലം. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു എളുപ്പതലിൻ കാലം. ഒരു നിമിഷം കരങ്ങളെ പരലോകത്തിന് മീതെ ഉയർത്തിപ്പിടിച്ച് പല ഭാഷക്കാർക്ക് വേണ്ടി ഒന്ന് ജപിക്കാമോ? കമോൺ കമോൺ കമോൺ. ആ കരങ്ങളെ പരലോകത്തിന് മീതെ ഉയർത്തിപ്പിടിച്ച് പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ഹോളി സ്പിരിറ്റ്, ആവിയാനവരേ, இந்த இந்தியாவில் பல பாஷைகள் ஒரு எழுப்புதல் வரட்டும் அப்பா, ஒரு எழுப்புதல் வரட்டும் அப்பா. இது எழுப்புதலின் காலம், இது ஆவியானவரின் காலம், இது திருச்சபையின் காலம், இது அற்புத அடையாள ஊழியத்தின் காலம். ஓ ரபா ஷக்கதரபல ரபகஷியாரா. ஒவ்வொரு லாங்குவேஜ், ஒவ்வொரு ஸ்டேட்டும், ஒவ்வொரு மாவட்டங்களும், ஒவ்வொரு மாநிலங்களும் எழுப்புதல் நடக்கட்டும் அப்பா. எந்த இடத்தில் எழுப்புதல் நடக்கும்? திருச்சபைக்குள்ளில் தானே எழுப்புதல் நடக்கும். ஓ ரபல ரபக ஷக்கதரப கதரபகபஷாதரபகனா. Thank you Lord. Araba kataraba. Thank you Lord Jesus. ഓക്കെ, ഒന്നാമത് വചനം 2 ലാംഗ്വേജ് ഇരിക്കെ. ഒന്ന് ഗ്രീക്ക് ലാംഗ്വേജ്, 2 എബ്രായ ലാംഗ്വേജ്. இந்த 2 ലാംഗ്വേജുകാർ തമ്മിൽ ഒരു പ്രശ്നം ചർച്ചിൻ്റെ ഉള്ളിലിരിക്കെ. அந்த சர்ச்சு தானே ஜெருசலேம் சர்ச். அபிஷேகமுள்ள சர்ச்சு, அந்நிபாஷையுள்ள சர்ச்சு, அற்புத அடையாள ஊழியுள்ள சர்ச்சு. அந்த சர்ச்சினுடைய பாஸ்டர் லீடர் பீட்டர் நடந்து பேதுரு நடந்து போகும் பொழுது நிழலு தட்டி நோய்கள் சுகமாகணும். அற்புத அடையாளத்தின் ஒரு குறவும் அந்த சர்ச்சில் இல்லை. ஏன்னா அந்த சர்ச்சில் ஒரு சின்ன பிரச்சனை. ஒவ்வொரு சர்ச்சிலும் பிரச்சனை இருக்கு, ஒவ்வொரு ஃபேமிலியிலும் ப்ராப்ளம் இருக்கு. ஏன்னா அந்த ப்ராப்ளத்தின் எல்லாம் நான் முதலாவது சொல்லியது போல சொல்யூஷனும் இருக்கு. ഹോളി സ്പിരിറ്റ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആവിയാനവർ എപ്പോഴുമേ സൊല്യൂഷൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മിലുള്ള പരിശുദ്ധ ആത്മാവ്, നമ്മിലുള്ള ആവിയാനവർ പ്രശ്നം കൊണ്ടുവരുന്ന ആവിയാനവരല്ലേ, സൊല്യൂഷൻ കൊണ്ടുവരുന്ന ആവിയാനവർ. മറുപടി കൊണ്ടുവരും, ബദൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഓക്കെ, അവിടുത്തെ പ്രശ്നം ഫുഡിൻ്റെ പ്രശ്നമാണ്. ഫുഡിന് എന്നാ തമിഴിൽ சொல்லுங்க? ഫുഡ്, உணவு சாப்பாடு, சாப்பாடு ப்ராப்ளம். ஆலேலூயா. நைஸ் வேடா சாப்பாடு. ஆலேலூயா. என்ன பிரச்சனை? அவர் ஃபுட்டு சர்வ் பண்ணிக்கொண்டே இருக்கும் பொழுது சில விடோஸ், சில விதவமார் இருக்கே, அவரே மைண்ட் ചെയ്തില്ല. ഇത് തന്നെ പ്രശ്നം. എബ്രായ ഭാഷക്കാർ ഗ്രീക്ക് ഭാഷക്കാരുടെ വിധവമാരെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ அந்த പ്രശ്നം அந்த சர்ச்சினுள்ளில் ஒரு பிரச்சனமாய் மாறி, சின்ன பிரச்சனை. ஏன்னா அது அங்கே பெருசாய் மாறியப்போ இந்த அப்போஸ்தலന്മാർ என்ன ചെയ്തു அந்த பிரச்சனத்திൻ്റെ சொல்யூஷனாണ് 6வது அதிகாரம் 2வது வசனம். ப்ளீஸ். ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ ഒരുമിച്ച് അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാർ അവരെ വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പറയുകയാണ്, ഈ പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. ഹല്ലേലൂയ. എന്താ സൊല്യൂഷൻ? അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യാമെന്നല്ല അവർ പറയുന്നത്. ഓക്കെ, അപ്പോസ്തലന്മാർ ഫുഡ് സെർവ് ചെയ്യുക, അതുകൊണ്ട് പ്രശ്നം തീരുമെന്നല്ല. ഞങ്ങൾ ലീഡേഴ്സാണ്, ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യാം, എല്ലാ പ്രശ്നവും തീരും. ഇതല്ല അവർ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ 7 പേരെ സെലക്ട് പണ്ണണം.
പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരോട് പറയുക, ഓക്കെ, നിങ്ങളുടെ പ്രശ്നക്കാരെ തന്നെ 7 പേരെ സെലക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ പ്രശ്നക്കാരെ സെലക്ട് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ ഹീബ്രു ഭാഷ, ഗ്രീക്ക് ഭാഷ, 2 ഭാഷക്കാരുടെ നടുവിൽ നിന്ന് തന്നെ 7 പേരെ സെലക്ട് ചെയ്യണം. 7 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ യോഗ്യത എന്താണെന്ന് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. ആ യോഗ്യതയെക്കുറിച്ചാണ് 3-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. ആ ആ ആ ഹല്ലേലൂയ. ഈ പ്രശ്നം വരാൻ കാര്യം എന്താണ്? ഈ സെർവ് ചെയ്തുകൊണ്ടിരുന്നവര് ആ പരിശുദ്ധാത്മാവില്ലാത്തവരായിരുന്നു, വിശ്വാസമില്ലാത്തവരായിരുന്നു, നല്ല സാക്ഷ്യം ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് സൊല്യൂഷൻ വരണമെങ്കിൽ 7 പേർ വേണം. ആ 7 പേർ അവരുടെ ക്വാളിഫിക്കേഷൻ, അവർക്ക് പരിശുദ്ധാവിയാനവരെ പറ്റിക്കൊണ്ടവരായിരിക്കണം, അവർക്ക് ജ്ഞാനമുള്ളവരായിരിക്കണം, വിസ്ഡം, വിവേകമുള്ളവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ചർച്ചിൽ ഒരു കാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവുള്ളവരെ അപ്പോസ്തലന്മാർ സെലക്ട് ചെയ്യുകയാണ്. അതായിരുന്നു അപ്പോസ്തല നടപടികളിലെ ദൈവസഭയുടെ റിവൈവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മ ചർച്ചിലെല്ലാം ജസ്റ്റ് ഒരു ചെറിയ കാര്യം ചെയ്യുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണെങ്കിൽ പ്രശ്നം വരികയില്ല, സൊല്യൂഷൻ വരാനിടയാകും. നമ്മ ചർച്ചിൽ നിറയെ യങ്സ്റ്റേഴ്സ് ഇരിക്കും, വാളിബ തമ്പിമാർ, വാളിബ തങ്കച്ചിമാരൊക്കെ നമ്മ ചർച്ചയിരിക്കെ. ചിലർ കീബോർഡ് വായിക്കും, ചിലർ ഇതേമാതിരി ക്യാമറ എടുക്കും, ചിലർ വർഷിപ്പ് ലീഡ് ചെയ്യും, ചിലർ കൊയർ മെമ്പേഴ്സ് ആയിരിക്കും. ഞാൻ അവരോട് എല്ലാമേ പറയും, എപ്പോഴുമേ നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ മൈക്ക് എടുക്കുന്നതിന് മുന്നാടി ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മിനിമം 1 hour എങ്കിലും അന്യഭാഷയിൽ നിങ്ങൾ ജപം പണ്ണണം. അപ്പുറം നിങ്ങൾ വന്ന് പാടൽ പാടണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് ആ 1 hour ജപം പണ്ണാமல் നിങ്ങൾ ചർച്ചിൽ വന്ന് നിങ്ങൾ മൈക്ക് എടുക്കേണ്ട വേറെ ആൾ മൈക്ക് എടുക്കും. ആമേ. இந்த மேடையில் வந்து நான் ஒரு காரியம் பேசும்போது நம்ம ஹிருதயத்தினுடைய பீட்ஸ் இങ്ങനെ സ്പീഡിലാണ് പൊക്കൊണ്ടേയിരിക്കണേ. ഏനാ ഇത് ബുദ്ധി കൊണ്ടല്ലേ ചെയ്യേണ്ടത്, ഇത് ആവിയിൽ നിറഞ്ഞു വേണം ചെയ്യാൻ. അതിന് ഒരേ ഒരു വഴി, ആവിയിൽ ജപം പണ്ണുക. മണിക്കണക്കാണ് ആത്മാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ജപിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ജസ്റ്റ് 10 minutes ആണ് പ്രീച്ച് ചെയ്യുന്നതെങ്കിലും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുവാനിടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടത്തെ ആവിയാനവർ തൊടാൻ പോകുകയാണ്. ஹல்லேலூயா. இந்த இடத்து ഇപ്പോൾ ഈ സന്ദേശം, ഈ ചെയ്തി കൊടുത്തുകൊണ്ടേയിരിക്കും പൊഴുത് എന്ത് ഇടത്തെല്ലാമോ സൊല്യൂഷൻ വരണത് അവിടെയെല്ലാം പരിശുദ്ധ ആവിയാനവർ തൊടാൻ പോകുകയാണ്. നിങ്ങൾ இந்த കൂട്ടം മുടിച്ച് വീട്ടിൽ ചെല്ലും പൊഴുത് നിങ്ങളുടെ വീട്ടിൽ ആണ്ടവർ ഒരു അത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഊഴിയം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 94ാമത് വർഷം நம்ம மினிஸ்ட்ரி, என்னோட மினிஸ்ட்ரி ஸ்டார்ட் ചെയ്യുമ്പോൾ எனக்கு 19 வயசு പ്രായം. இந்த மாதிரி ஒரு லீடர் எனக்கு இருக்கு. நான் அந்த லீடருடைய முன்னாடி போய் ஒரு டிசைப்பிளாகி வந்து 19வது வயசில் நான் ஊழியம் ஸ்டார்ட் பண்ணுங்க. இப்போ நான் 30 வருஷம் முடிச்சிருக்கேன் நம்ம ஊழியத்தில். இப்போ 49 years ஆயிருக்கேன். ஹல்லேலூயா. அப்போ ഈ 30 yearsനുള്ളിൽ ഞാൻ நம்ம எக்ஸ்பீரியன்ஸ், நம்ம അനുഭവത്തിൽ പഠിച്ചൊരു കാര്യം, പുതിയ നിയമ ശുശ്രൂഷ മിനിസ്ട്രി ഒരു കാരണവശാലും അറിവിലില്ല, അറിവിലൊന്നുമേ ഇല്ല. 100% 100% ആവിയിൽ മാത്രം താനെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മിനിസ്ട്രി ആരംഭിക്കാൻ ചെന്നപ്പോൾ എനിക്ക് പ്രീച്ച് ചെയ്യണം, ഓക്കെ, ഊഴിയം ചെയ്യണം, ഭയങ്കര ആവേശമാണ്, ഇപ്പോഴും ആവേശമാണ്, ഭയങ്കര സന്തോഷം. അവിടെ ചെന്നപ്പോൾ നമ്മൾ ലീഡർ പറഞ്ഞു, ഓക്കെ സാം നിങ്ങൾ ചർച്ച് എല്ലാമേ ക്ലീൻ പണ്ണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ് പാസ്റ്റർ, ഫുൾ ചർച്ച് ക്ലീൻ പണി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, അന്യഭാഷ പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, നീ ആ ചെയർ എല്ലാം റെഡിയാക്കണം. ഓക്കെ, ചെയർ എല്ലാം ചെയ്യുക. ലീഡർ എന്നെ പറഞ്ഞോ അതെല്ലാം ചെയ്യുക. അത് താനേ എന്നോട് ഫസ്റ്റ് ഊഴിയം. ഹല്ലേലൂയ.
ഫസ്റ്റ് ഊളി അത് തന്നെ. ഫസ്റ്റ് എന്നോട് പറയും, സാം നാളേക്ക് രാവിലെ 10 മക്കൾ ജ്ഞാനസ്നാനം എടുക്കാൻ പോകുകയാണ്. அந்த ஞானஸ்நான தொட்டியில் அந்த வெள்ளம் எல்லாமே களைஞ்சு புதுசாக வெள்ளம் எல்லாமே ரெடி பண்ணணும். ഞാൻ പറഞ്ഞു ഓക്കേവാ. നൈറ്റിൽ വന്ന് വെള്ളം എല്ലാമേ കളഞ്ഞ്, വെള്ളം കളയണത് இந்த ബാൽട്ടി ബക്കറ്റ് കൊണ്ട് കോരിക്കൊണ്ട് കളയണം. ഒരു ജ്ഞാനസ്നാന തൊട്ടിയിലെ വെള്ളം ബക്കറ്റ് കൊണ്ട് കോരിക്കൊണ്ട് കളയണം. എത്ര മണി നേരം വേണം, എത്ര ടൈം വേണം, ഹാർഡ് വർക്ക്. മിഡ് നൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ നടുവ് നല്ലതായിട്ട് വേദന എടുക്കാൻ തുടങ്ങും. കാരണം ഹോൾ നൈറ്റ് വർക്കാണ്. ഒറ്റയ്ക്ക് നിന്നാണ് ഒരു ജ്ഞാനസ്നാന തൊട്ടി ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. ഓസിട്ട് കളയാനൊരു വഴിയില്ല. ഞാൻ പറയുന്നത് 95, 96 കാര്യമാണ്. തൊട്ട് സൈഡിൽ റോട്ടിലേക്ക് വെള്ളം കളയാനൊക്കത്തില്ല, കോരിക്കൊണ്ട് കളയണം. എന്നിട്ട് അതുപോലെ തിരിച്ചു കൊണ്ട് നിറയ്ക്കണം. മോർണിംഗ് 6 o'clock 7 o'clock ഒക്കെ ആകുമ്പോൾ ആ ജ്ഞാനസ്നാന തൊട്ടി ഫുള്ള് ക്ലീൻ ആയിരിക്കും. 8 o'clock ആകുമ്പോൾ പാസ്റ്റർ 10 മക്കളുമായി വന്ന് ജ്ഞാനസ്നാനത്തിന് വരും. പാസ്റ്റർ വന്ന് ജ്ഞാനസ്നാനമെല്ലാം കഴിഞ്ഞ് പാസ്റ്റർ തിരുമ്പി ഇങ്ങനെ വരുമ്പോഴന്ന് നമ്മ സൈഡിൽ നിൽക്കുകയാണ്. നമ്മ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറയും, ആണ്ടവർ ഉങ്ങളെ ആശീർവദിപ്പാ, ഉങ്ക കരങ്ങളാലെ 1000 ജ്ഞാനസ്നാനം ഏൽക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വട ഇന്ത്യയിൽ 100 കണക്കിന് മക്കളെ ജ്ഞാനസ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് മക്കളെ. ഏനാ നമ്മ ஊழியமெல்லாம் அந்த மாதிரி ലീഡർക്ക് കീഴ്പ്പെട്ടിരുന്ന് இந்த ചാപ്റ്റർ 6 അപ്പോസ്തലന്മാർ എന്നെ പറയുന്നത്, ഞങ്ങളല്ല ഫുഡ് സെർവ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാ, ഞങ്ങൾ വചനം വഹിക്കാൻ പോകുകയാ. ദൈവവചനം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല. ഓ ഹല്ലേലൂയ. തിരിച്ചറിയുക, ദൈവവചനം ഉപേക്ഷിച്ച് സംസാരിക്കാൻ പോകരുത്. ദൈവവചനം ഉപേക്ഷിച്ച് ജോക്ക് പറയാൻ പോകരുത്. ദൈവവചനം ഉപേക്ഷിച്ച് കൂട്ടുകൂടാൻ പോകരുത്. ദൈവവചനത്തെ മാറ്റി നിർത്തി വേറൊരു ഫെലോഷിപ്പിന് പോകരുത്. ദൈവവചനത്തിൻ്റെ അകത്ത് തന്നെ അപ്പോസ്തലന്മാർ ഇരുന്ന് അവരുടെ മിനിസ്ട്രി ശക്തിയോടെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, ദൈവവചനം പരക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രോബ്ലം, ഈ ഫുഡിൻ്റെ പ്രോബ്ലം അപ്പോസ്തലന്മാർ ഡീൽ ചെയ്തപ്പോൾ ഇവർ തന്നെ ഒരിക്കൽ ഫുഡ് സെർവ് ചെയ്തവരാണ്. എപ്പോഴാണെന്നറിയാമോ? യേശു കർത്താവിൻ്റെ കാലത്ത് യേശു 5 അപ്പം കൊണ്ട് 5000 ഭക്ഷണം കൊടുക്കുന്ന ഒരു അത്ഭുതം ബൈബിൾ പറയുന്നുണ്ട്. 5 അപ്പം 2 മീൻ. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14, മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിൻ്റെ മിനിസ്ട്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം രാവിലെ ഇവിടെ മിനിസ്ട്രി ആരംഭിച്ചു, ഷാർപ്പ് 1 o'clock നമ്മുടെ മിനിസ്ട്രി ഫിനിഷ് ചെയ്യുകയാണ്. എന്നാൽ യേശുവിൻ്റെ മിനിസ്ട്രി അങ്ങനല്ല. തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ ഫിനിഷ് ചെയ്യുമെന്ന് ശിഷ്യന്മാർക്കറിയില്ല, ആർക്കും അറിയില്ല. ചില കൂട്ടമൊക്കെ 2-3 ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ ലാസ്റ്റ് മന്ത് ഭോപ്പാലിൽ ഒരു മീറ്റിങ്ങിന് പോയി. இந்த மாதிரி അപ്പോസ്തല നടപടികളുടെ ഒരു ടീച്ചിങ് ആണ്. പൗലൂസിൻ്റെ മിഷണറി യാത്രയുടെ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് ഞാൻ പോയതാണ്. കുറച്ച് മക്കളേ ഉള്ളൂ. എല്ലാം പാസ്റ്റേഴ്സ്, എല്ലാം മിനിസ്റ്റേഴ്സ്, ഊഴിയക്കാരാണ്. അറൗണ്ട് 70-80 പാസ്റ്റേഴ്സ് ഉണ്ട്. മീറ്റിംഗ് രാവിലെ 9 o'clock സ്റ്റാർട്ട് ചെയ്യും, നൈറ്റ് 9 o'clock ഫിനിഷ് ചെയ്യും. 12 hours കണ്ടിന്യൂസ് മീറ്റിംഗ് ആണ്. പല സ്റ്റേറ്റിൽ നിന്ന് ഊഴിയക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം ഊഴിയം സ്റ്റാർട്ട് പണി മെസ്സേജ് കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. എന്നാ ഇടയിൽ വെച്ച് ആവിയാനവരുടെ പ്രസന്നം ഇറങ്ങി. ഹല്ലേലൂയ. അതടുത്ത് പല സ്റ്റേറ്റിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, പലയിടത്തു നിന്ന് ഊഴിയക്കാർ വന്നിരിക്കുക. ആവിയാനവരുടെ പ്രസന്നം ഇറങ്ങി. ആ മക്കളെല്ലാം പരിശുദ്ധാവിയാൽ നിറഞ്ഞ്, ആവിയാൽ നിറഞ്ഞ അവരാരും വിശ്വാസികളല്ല, എല്ലാവരും പാസ്റ്റേഴ്സാണ്, എല്ലാവരും മിനിസ്ട്രി ചെയ്യുന്നവരാ, പല സ്റ്റേറ്റിൽ മിനിസ്ട്രി ചെയ്യുന്നവരാ. കണ്ടിന്യൂ ചെയ്ത് നൈറ്റ് 8 o'clock ആയി, നൈറ്റ് 9 o'clock ആയി. 9 o'clock ഫിനിഷ് பண்ணണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു 9 o'clock എന്നാ ചെയ്യും? പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യാനാ? അപ്പോൾ ഞാൻ മൈക്ക് ആ ടൈമിൽ താഴെ വെച്ചു, വെയിറ്റ് പണി നിൽക്കുക. ആവിയാനവരുടെ പ്രശ്നം ഇറങ്ങി, ശക്തി വന്ന് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 12 കഴിഞ്ഞ് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാര്യം ഇവിടെ ബൈക്ക് എടുക്കാനും ഒക്കുന്നില്ല, എല്ലാവരും ആവിയാനവരുടെ പ്രസന്നത്തിൽ നിൽക്കുന്നു. പാസ്റ്റർ പറഞ്ഞു, നീങ്ക പോക മുടിയാതെ, നാങ്ക ഉക്കാറിരുന്ന് ജോം പണിക്കൊണ്ടേ ഇരിക്കുക, വിത്തൗട്ട് മൈക്രോഫോൺ, വിത്തൗട്ട് സിസ്റ്റം, ഒന്നുമില്ലേ. ആവിയാനവർ താനെ ലീഡ് പണിക്കൊണ്ടേ ഇരിക്കുക. മോർണിംഗ് 3 o'clock വരെ.
இப்போ நான் இங்கே இந்த இடத்து வந்து மேடை நிற்கும் பொழுது அந்த போபாலில் எழுப்புதல் நடந்து கொண்டே இருக்கிறார். ஓ ஹல்லேலூயா. நான் மிகுந்த சந்தோஷத்தோடு പറയട്ടെ, இது எழுப்புதலின் காலம். ஓராபாகா ஷகதராபா கானா ஓராபா. நம்ம தலைமை போதகர் எல்லாமே எழுப்புதல் நேரடி சந்திச்சவர் தானே. சில லீடர்ஸ் பரலோகத்தில் ஆண்டவர் கூட இருக்கணும், அவர் எல்லாமே எழுப்புதல் நேரடி சந்திச்சவர். நமக்கு ஒரு முறை எழுப்புதல் நேரடி காணணுமெന്ന് பார்க்கணுமெന്ന് எத்தனை மக்கள் விரும்புகிறார்? கமான், ஹோலி ஸ்பிரிட் ஆவியானவரே, என்னோட கண்ணால எனக்கு ஒரு எழுப்புதல் நேரடி சந்திக்கணும். கமான், லிஃப்ட் அப் யுவர் ஹேண்ட்ஸ். கரங்களை உயர்த்தி பரிசுத்த ஆவியானவரோடு பேசுங்க. ஹோலி ஸ்பிரிட், என்னோட கண் அடையுന്നതിന് முன்னாடி இந்த உலகம் விட்டு நான் അങ്ങയുടെ സമൂഹത്തിലേക്ക് വരുന്നതിന് മുന്നാടി എനിക്കൊരു എളുപ്പതൽ നേരടി സന്ധിക്കണം. நீங்க ஒரு நார்மல் பிரீச்சராக இருக்காது, நார்மல் பாஸ்டராக இருக்காது, நார்மல் சாதாரண நோ அவர் அசாதாரணമായ ஒரு மினிஸ்ட்ரி ஹோலி ஸ்பிரிட் ஆவியானவர் நம்ம சர்ச்சில் தரப்போகிறார். அந்நிய பாஷையில் ஜெபம் பண்ணுகிறார். கமான், அந்நிய பாஷை பேசுங்க, அந்நிய பாஷை பேசி ஜெபம் பண்ணுகிறார். ஆமே, கண்ணீரோட ஜெபிக்க, கண்ணீரோட பிரார்த்திக்க. இந்த கன்னியாகுமரி டிஸ்ட்ரிக்டில் ஒரு எழுப்புதல் வரணும் ஆண்டவரே. கன்னியாகுமரி டிஸ்ட்ரிக்டில் எழுப்புதல் வரணும் ஆண்டவரே. Oh raba la raba ga shakata raba kata raba reda la raba kata raba. Yes Lord. Oh raba ga shamda raba kana ga bada janaga. வாயை திறந்து பிரார்த்திக்க. ஆவியில் நிறைந்து பிரார்த்திக்க. ഒരു എളുപ്പതൽ കാണാതെ നീ പോകില്ല. ഇവിടുന്ന് ഈ മണ്ണ് വിട്ട് നീ പോകുകയില്ല. നിന്റെ മരണം നടക്കുന്നതിന് മുമ്പ്, യേശുവിൻ്റെ വരവിന് മുമ്പ് ഇന്ത്യയിൽ ഒരു പെരിയ എളുപ്പതൽ നടക്കും. യെസ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഒരു എളുപ്പതൽ നടക്കും. Kuralabara kadarabala rabagash urabala rabagada urabala rabagala rabagasha kadarabakataraba uralabagaraga jalaga bagashiko barani sumahari jalabaga uratarabaga shamdalaya bakora bagadalaba ദേവവരം അണൽ മൂട്ടി വെളിയിൽ വരട്ടെ. ദേവവരങ്ങൾ അണൽ മൂട്ടട്ടെ. കമാൻ, ദീർഘദർശന ആവിയാൽ നിറയട്ടെ. നോയികളെ സുഖമാക്കുന്ന വല്ലമയാണ് വരം യൂസ് പണ്ണട്ട്. ஒவ்வொரு ஊழியக்காரன் கரங்களை வைக்கும் பொழுது ஒவ்வொரு நோய்களும் சுகமாகട്ടെ. Rada rabala baradala rabakata dalaga roda la barabada dalaga baga shamda raba ora la baga dala baga Dora la baraba shakata rabala raba. Oh rada rabala baraba raba. Rata la raba kada raba. இந்த திருச்சபையில் ஒரு எழுப்புதல் வரப்போகிறார். கிருபாசனம் சர்ச்சில் ஒரு எழுப்புதல் வரப்போகிறார். ஆவியானவருடைய பிரசன்னம், கொடிய காற்று வரட்ടെ. கொடிய காற்று. Rada rabala rabaga shata rabala rabaga dalagaba orala bagada. எத்தனை நாளாய் நீ ஜெபம் பண்ணிக்கொண்டே இருக்கிறார். அப்பா, ஒரு எழுப்புதல் வரணும்.
കോടിക്കണക്കിന് മക്കൾ യേശുവെ തേടി ഓടി വരണം. Durabala, Bambabala, Baudabala, Baushabala, Bandabachabadara, Chana Prabala, Artura Prabala, Gachana, Darai Prabala, Gachana Staraja. Urabala, Bara, Bala, Bara. இந்த ஊழியம் அடுத்த லெவலிലേക്ക് மாறട്ടെ. இந்த அபிஷேக ஊழியம், தீர்க்கதரிசன ஊழியம், ആത്മ ഭാരത്തോടെയുള്ള ഊഴിയം. Shadarala Baka. Teru teruva Yeshuvin nama Muranganume Muranganume Nada കതറുകിരേ ദേശത്തിന്മേൽ മനമിറങ്ങും ദേവാ കതറുകിരേ ദേശത്തിന്മേൽ മനമിറങ്ങും எழுப்புதல் என் தேசத்தின் மேல் அப்பா என் கண்கள் കാണും. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആ പാട്ടൊന്ന് പാടും? വിശ്വസിച്ചുകൊണ്ട് സ്വന്തം കണ്ണുകൊണ്ട് എനിക്ക് കാണണം, സ്വന്തം കണ്ണുകൊണ്ട് എനിക്ക് കാണണം. ദേവാ കതറുകിരേ ദേശത്തിന്മേൽ മനമിറങ്ങൂ ദേവാ കതറുകിരേ ദേശത്തിന്മേൽ മനമിറങ്ങൂ எழுப்புதல் என் தேசத்தின்மேல் அப்பா என் கண்கள் காண வேண்டும். எழுப்புதல் என் இந்தியாவில் என் கண்கள் കാണ. കരങ്ങളെ ഉയർത്തി പിടിച്ചൊന്ന് പാടിക്കേ. ദേവാ കതറുകിരേ ദേശത്തിന്മേൽ ഓ മനമിറങ്ങൂ ദേവാ കതറുകിരേ ദേശത്തിന്മേൽ മനമിറങ്ങൂ எழுப்புதல் என் தேசம். ഞാൻ എല്ലാ ദൈവമക്കളോടും പറയുന്നു, ചിലർക്ക് എന്തിനാ ആയുസ് നീട്ടി തന്നിരിക്കുന്നറിയാമോ? ഒരു എളുപ്പുതൽ കാണാൻ. എന്തിനൊരു ആയുസ് നീട്ടി തന്നേ? ഒരു വലിയ എളുപ്പുതൽ വരാൻ പോവാ. അത് കാണാതെ നീ ഇവിടുന്ന് പോകില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്തിനാ നിന്റെ രോഗം സൗഖ്യമാക്കി കർത്താവ് തന്നേ? എന്തിനാ ഈ ആരോഗ്യം കർത്താവ് തന്നിരിക്കുന്നേ? കുറച്ചു നാളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കട്ടെ എന്നോർത്താണോ? അല്ല, അതേ വീട് അപ്പുറമായി ഒരു എളുപ്പുതൽ വരാൻ പോകുകയാ.
അത് നിന്നോടുള്ള വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം കർത്താവ് ഫുൾഫിൽ ചെയ്യാൻ പോകുകയാണ്. എന്തിനാ ഈ മിനിസ്ട്രിയിൽ കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നത്? കുറച്ചുകൂടെ പ്രീച്ച് ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, വർഷങ്ങൾ നീ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ടൈം സ്പെൻഡ് ചെയ്ത് മുഴങ്കാൽ മടക്കി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ വീണ കണ്ണുനീരെല്ലാം ആത്മാക്കളായി തിരിച്ചു വരാൻ പോകുകയാണ്. ഒരു വലിയ ഹാർവസ്റ്റ് വരാൻ പോകുകയാ, ഒരു വലിയ കൊയ്ത്ത് വരാൻ പോകുകയാ, ഒരു വലിയ പെരുത്ത മീൻകൂട്ടം കയറാൻ പോകുകയാ. ഹല്ലേലൂയ! Come on, വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറ ദൈവത്തിന്. ഇത് എളുപ്പതലിൻ കാലം. നിന്റെ അന്യഭാഷയ്ക്കകത്ത് തന്നെ ഒരു അഭിഷേകമുണ്ട്. നിന്റെ അന്യഭാഷയ്ക്കകത്തൊരു അഭിഷേകമുണ്ട്. ഒരു എളുപ്പത്തിന് വേണ്ടിയുള്ള അളയിപ്പ് ആണ്ടവർ നിന്റെ മേൽ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അന്യഭാഷയിൽ പോലും ഒരു അഭിഷേകമുണ്ട്. യെസ്, നിന്റെ അളയിപ്പിൽ ഒരു എളുപ്പതൽ ഉണ്ടെങ്കിൽ നിന്റെ അന്യഭാഷയിൽ ഒരു അഭിഷേകമുണ്ട്. അത് നോർമൽ ലാംഗ്വേജ് അല്ല, അതൊരു ഹെവൻലി ലാംഗ്വേജ് ആണ്. ആ അന്യഭാഷ നീ പറയുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുമാറും, ദുരാത്മാക്കൾ വിട്ടുമാറും. Come on, speak in tongues. Hoda takaribo kadani kashatalabo. Dharala brala bashandala ya bakana. Urala bara dala raba katara bala raba gashandala ba. Oh Jesus, Jesus. മത്തായി 14 അധ്യായം 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ്, യേശു ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി യേശു ഇങ്ങനെ പ്രീച്ച് ചെയ്യുകയാണ്. തിരുളാന മക്കൾ വന്നുകൂടി 2-3 നാളിങ്ങനെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ശിഷ്യന്മാർ വന്ന് 3 കാര്യം പറഞ്ഞു. യേശുവേ, ഇത് ഇടം വിൽഡർനെസ് ആണ്, മരുഭൂമിയാണ്, ടൈം ഒത്തിരി ലേറ്റായി, ഒത്തിരി സമയം പോയി, ഈ മക്കൾക്ക് പസിയിരിക്കേ, വിശപ്പിരിക്കേ, അതിനാലേ എന്തേലും ചെയ്തേ പറ്റൂ. ഉടനെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 6 യോഹന്നാൻ 6 പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കണം, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇത്ര തിരുളാന മക്കൾക്ക് എവിടെ നിന്ന് ഫുഡ് കൊടുക്കാനാ? നിറയെ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ വന്നിരിക്കുക, എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാനാ? ഹല്ലേലൂയ! അവർ പറഞ്ഞു, യോഹന്നാൻ 6 വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 200 വെള്ളിപ്പണം ശിഷ്യന്മാരുടെ കയ്യിലുണ്ട്. 200 പണം കൊണ്ട് എവിടെ പോയി ഫുഡ് വാങ്ങാനാ? 200 പണം കൊണ്ട് വാങ്ങുന്ന ഫുഡിന് ഈ ആയിരക്കണക്കിന് മക്കൾ എങ്ങനെ തൃപ്തി അടയാനാ? നടക്കുകയല്ല. ഉടനെ ഫിലിപ്പോസ് വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പം ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ! ശിഷ്യന്മാരുടെ കയ്യിൽ 200 വെള്ളിപ്പണം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പം. യേശു ഏതാ കേട്ടത്? യേശു 200 വെള്ളിപ്പണം തരാൻ പറഞ്ഞു. യേശു നോ, 5 അപ്പം തരാൻ പറഞ്ഞു യേശു. ഹല്ലേലൂയ! ശിഷ്യന്മാരുടെ കയ്യിൽ 200 പിടിച്ച് അവർ നിൽക്കുമ്പോൾ യേശു കയ്യിൽ 5 അപ്പവും വെച്ച് നിൽക്കുകയാണ്. എണ്ണം നോക്കിയാ ശിഷ്യന്മാരുടെ കയ്യിലാ കൂടുതൽ, യേശുവിൻ്റെ കയ്യിൽ എണ്ണം കുറവാ. ഇവിടെയാ വിശ്വാസം. ഹല്ലേലൂയ! ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാ. നിങ്ങളുടെ അല്പം കൊണ്ട് അധികം ചെയ്യാൻ യേശു ഇന്നും തയ്യാറാണ്. നിങ്ങളുടെ കയ്യിലുള്ള അല്പം 5 ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ, എന്നാ യേശുവിൻ്റെ കയ്യിൽ അത് ഹാൻഡ് ഓവർ ചെയ്താൽ അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും യേശുവിന്. യേശു 5 അപ്പം കയ്യിലെടുത്തു, പിതാവിനെ വാഴ്ത്തി യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിത് ആ മക്കൾക്ക് കൊടുക്കാൻ പറ. തിരുളാന മക്കൾ വന്നിരിക്കുക. യോഹന്നാനി വായിക്കുന്നത് പന്തിയായിട്ടിരുത്തി, 100 പേരുടെ പന്തി, 50 പേരുടെ പന്തി. ബൈബിൾ പറയുന്നത് അങ്ങനെ, 100 പേർ, 50 പേർ പന്തിയിലിരുന്നു. എന്നിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, ഈ പന്തിയിൽ ഇരുന്നവർക്ക് അവൻ കൊടുത്തു. അപ്പം അതിൻ്റെ അർത്ഥം നിന്നവർ കാണും, അവർ ഇരുന്നില്ല, അവർ നിൽക്കുകയാണ്.
പുല്ലിന്മേലിരുത്തി എന്നാ ബൈബിൾ പറയുന്നത്. യോഹന്നാൻ 6 വായിക്കുന്ന പച്ച പുല്ലിന്റെ പുറത്ത് കൊണ്ടിരുത്തി. ഇരുന്നവർക്ക് യേശു വിഭാഗിക്കാൻ തുടങ്ങി. ഇതാരാ സെർവ് ചെയ്യുന്നറിയാമോ? ശിഷ്യന്മാരാണ്. 12 ശിഷ്യന്മാർ ഈ ഫുഡ് സെർവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവിടെ ഭാഷാ പ്രശ്നമില്ല, അവിടെ ഒരു പ്രോബ്ലം ഇല്ല. കാര്യം യേശു അത് ഗൈഡ് ചെയ്യുകയാണ്. ശിഷ്യന്മാരെല്ലാം കൊടുത്ത് മക്കളെല്ലാം കഴിച്ച് തൃപ്തരായി അവരെ ഹാപ്പിയായി പോയപ്പോൾ യേശു എന്താ പറഞ്ഞ്? ബാലൻസ് കുറേ ആ പുല്ലിൽ കിടപ്പുണ്ട്, അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ബാലൻസ് കുറേ ഫുഡ് താഴെ കിടക്കുക, കളക്ട് ചെയ്യാൻ പറഞ്ഞു. 12 ശിഷ്യന്മാർ ഓടി 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 നടന്ന് ഈ പുല്ലിൻ്റെ മുകളിൽ കിടക്കുന്ന ബാലൻസ് അപ്പം എല്ലാം എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ആക്ച്വലി അതൊരു പ്രൊഫറ്റിക് ആക്ഷനാണ്. എന്ന് വെച്ചാൽ ഇതൊരു സുവിശേഷത്തിലാണ്, മത്തായിലും യോഹന്നാനിലും ഒക്കെ വായിക്കുന്ന കാര്യമാണ്. അവർ നിറച്ച് കളക്ട് ചെയ്ത് 12 കൊട്ട നിറച്ചു. ശിഷ്യന്മാർ 12 പേര്, നിറച്ചെടുത്ത കൊട്ടയും 12 ശിഷ്യന്മാർക്ക് ഓരോ കൊട്ട കിട്ടത്തക്കവണ്ണമാണോ ആ 12 കൊട്ട നിറച്ചത്? എനിക്കറിയില്ല. അല്ലേ തന്നെ 12 കൊട്ടയും കൊണ്ട് യേശുവിന് പോകേണ്ട ആവശ്യമില്ല, അത് ശിഷ്യന്മാർക്ക് കൊടുത്തു കാണും. എനിക്ക് തോന്നുന്നു യേശു പത്രോസിനോട് പറഞ്ഞു കാണും, പീറ്റർ, നീ സന്തോഷത്തോടെ ഈ അപ്പം കളക്ട് ചെയ്തോ, നീ കൊട്ട നിറച്ചോ. ഇതുപോലെ അപ്പോസ്തല നടപടികൾ 2-ാമത് അധികാരത്തിൽ നിന്റെ ഒരേ ഒരു ശൈതി, ഒറ്റ മെസ്സേജ്, 3000 പേർ, 3000 പേരെ നീ പെറുക്കിയെടുക്കാൻ പോകുകയാ. നീ ഇപ്പോൾ അപ്പം പെറുക്കി കൊട്ട നിറയ്ക്കുന്നെങ്കിൽ ആത്മാക്കളെ കൊണ്ട് നീ സഭ നിറയ്ക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ്. ആമീൻ. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ്, ദേവ പ്രസന്നം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നെങ്കിൽ ധൈര്യത്തോടെ സേവ ചെയ്യുക. ഒരു വലിയ റിവൈവൽ വരാൻ പോകുകയാ. അപ്പോൾ ഫുഡ് സെർവ് ചെയ്ത് അറിയാവുന്നവരാ ശിഷ്യന്മാർ. ക്ലിയറായിട്ട് ഫുഡ് സെർവ് ചെയ്ത് അറിയാം. പക്ഷേ അപ്പോസ്തല നടപടികൾ മിനിസ്ട്രിക്ക് ശിഷ്യന്മാർ വന്നപ്പോൾ അവർ ഫുഡ് സെർവ് ചെയ്യാൻ പോവല്ല, അവർ അത് സെർവ് ചെയ്യാനുള്ള 7 പേരെ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്ത 7 പേരുടെ പേര് 5-ാമത് വാക്യം മുതൽ വായിക്കുന്ന 6-ാമത് അധികാരം 5-ാമത് വാക്യം മുതൽ. അതിൽ 2 പേരെ നമുക്ക് നന്നായിട്ടറിയാം. ഒന്ന് സ്റ്റെഫാനോസ്, 2 ഫിലിപ്പോസ്. ഈ 2 പേരുടെ പേര് നമുക്ക് 6-ാം അധ്യായം 5-ാമത് വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ 7 പേരുടെ പേരുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട 2 പേരുകൾ നമുക്ക് വ്യക്തമാണ്. ഒന്ന് സ്റ്റെഫാനോസ്, 2 ഫിലിപ്പോസ്. ഈ 2 പേരുടെയും മിനിസ്ട്രി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവരെ എന്തിനാ വിളിച്ചത്? ഫുഡ് സെർവ് ചെയ്യാൻ. സ്റ്റെഫാനോസിനെ എന്തിനാ കോൾ ചെയ്ത്? ഫുഡ് സെർവ് ചെയ്യാൻ. ഫിലിപ്പോസിനെ എന്തിനാ വിളിച്ചത്? ഫുഡ് സെർവ് ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതുപോലെ കൂട്ടം നടന്നുകൊണ്ടിരിക്കുക. പേതുരു ഇങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റീഫനെയും ഫിലിപ്പോസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അവർക്ക് കൂട്ടം അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തില്ല, പേതുരുവിൻ്റെ മെസ്സേജ് കേൾക്കാൻ ഒക്കത്തില്ല. കാര്യം അവരുടെ കോള് പ്രീച്ച് ചെയ്യുന്ന കോളല്ല, ടീച്ച് ചെയ്യുന്ന കോളല്ല, പ്രസംഗിക്കുന്ന കോളല്ല, പഠിപ്പിക്കുന്ന കോളല്ല, ഫുഡ് സെർവ് ചെയ്യുന്ന കോളാ. ഹല്ലേലൂയ. പക്ഷെ അവർ അതിൽ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അവരതിൽ വിശ്വസ്തരായിരുന്നു. അവർ വിശ്വസ്തയോടെ അത് ചെയ്തത് കൊണ്ട് സ്റ്റെഫാനോസിനെ കുറിച്ച് വായിക്കുന്ന ഒരു വചനമുണ്ട്. 8-ാമത് വചനം, 6-ാമത് അധ്യായം 8-ാമത് വചനം, പ്ലീസ്. യാര്? പേതുരു അല്ല, യോഹന്നാനല്ല, ജെയിംസ് അല്ല, സ്റ്റെഫാനോസ്. സ്റ്റെഫാനോസിനെ എന്തിനാ വിളിച്ചത്? ഫുഡ് സെർവ് ചെയ്യാൻ. ഇപ്പൊ വായിച്ച വാക്യം എന്താണ്? സ്റ്റെഫാനോസ് ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാ. ഇതിൻ്റെ അകത്ത് ചില സ്റ്റീഫന്മാർ കാണും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ മൈക്കെടുത്ത് പ്രീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കാണുകയില്ല. കർത്താവ് നിങ്ങളെ വിളിച്ചത് ഫിലിപ്പോസിനെ പോലെയോ സ്റ്റെഫാനോസിനെ പോലെയാണെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് വല്ലമയാൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മിഷണറി മീറ്റിംഗ് നടക്കുക. അപ്പോൾ യെസ്റ്റർഡേ നൈറ്റിൽ അവർ ഈവനിങ്ങിൽ പോയി, ട്രെയിനിൽ പോയി. ഇപ്പോൾ അവർ ആന്ധ്രാപ്രദേശ് വരെ എത്തി. പാസ്റ്റർ ജോൺസൺ എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരെ ഫോൺ പണി. അപ്പോൾ അവർ ആന്ധ്ര വരെ എത്തിയതേ ഉള്ളൂ. 40 പാസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു പാസ്റ്റർ ഫാമിലിയായിട്ട് വന്ന്, മഹാരാഷ്ട്രക്കാരനാണ്. ഒന്നുമില്ല, എല്ലാം മങ്ങിയ ഒരു നിലമേൽ. പണമില്ല, ഈവൻ ബസ് ഫെയർ ഇല്ല, ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാനില്ല. ഒരു കുഞ്ഞു ഗ്രാമത്തിൽ, ഒരു ചിന്ന ഗ്രാമത്തിൽ ഊഴിയം സ്റ്റാർട്ട് പണി. എൻ്റെ ഹസ്ബൻഡിനെ വൈഫിനെ അവരുടെ പേരൻസ് എല്ലാം പുറത്ത് വിട്ടു. കാരണം ഇവർ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളായി മാറിയത്. അതുകൊണ്ട് ഇവരെ വീട്ടിൽ കയറ്റിയില്ല. അവർ ഫാമിലി ആയിട്ട് വന്ന് കർത്താവ് അവരോട് പറഞ്ഞു, നീ മിനിസ്റ്റർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പ്രീച്ചിങ് ഒന്നും അറിയില്ല, ടീച്ചിങ് അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയാം, പാടാനും അറിയാം. പ്രൈസ്തലോ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കിരുന്ന് ഒത്തിരി പാടും. ഇതാണ് അവരുടെ മിനിസ്ട്രി. കുറച്ച് പേരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഗുജറാത്തിൽ ഒരു മീറ്റിങ്ങിൽ പ്രീച്ച് ചെയ്യാൻ ചെല്ലുകയാണ്. അതൊരു പെരിയ ക്രൂസേഡാണ്. 40-45,000 ജനവ ഗുജറാത്തിൽ കൂടുന്നത്. ഇവർക്ക് 300 കിലോമീറ്റർ 300 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം. പൈസയില്ല വരാൻ. അവരറിഞ്ഞു ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു, പോകണം. അവർക്ക് അഭിഷേകം വേണം. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്ക് അഭിഷേകം വേണം. എനിക്ക് മിനിസ്ട്രിയിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. എൻ്റെ മിനിസ്ട്രിയിൽ ബിലീവേഴ്സ് വളരെ കുറവാണ്. എൻ്റെ പേരൻസ് കൂടെ ഇല്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ ഒറ്റയ്ക്കാ. എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അഭിഷേകം മതി. എനിക്ക് പണം വേണ്ട, എനിക്ക് അഭിഷേകം മതി. പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ആ ഗുജറാത്തിലെ മീറ്റിങ്ങിന് പോകണം, നീ പ്രവർത്തിക്കണേ. പ്രാർത്ഥന കർത്താവ് കേട്ടില്ല. അവസാനം പുള്ളി ഇങ്ങനെ മീറ്റിങ്ങിൻ്റെ അടുത്ത സമയമായി, നേരെ പോകാൻ വണ്ടിക്കൂലിയില്ല. വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിശ്വാസി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ വിഷമിച്ചിരിക്കുന്നത്, പൈസ ഞാൻ തരാം, എനിക്കൊരു ആട്ടിൻകുട്ടിയുണ്ട്, അതിനെ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു. അതിനെ കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ആ മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചിന്ന ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി വിറ്റ് ആ വിശ്വാസി പാസ്റ്റർക്ക് പൈസ കൊടുത്തു. ഈ പാസ്റ്റർ ആ മീറ്റിങ്ങിന് വരിക. ആ മീറ്റിങ്ങിന് വന്നപ്പോൾ 40-45,000 മക്കളാണ്. അടുത്ത് വരാൻ ഒക്കത്തില്ല. എനിക്കറിയില്ല ഇങ്ങനൊരു പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ടെന്ന്. പാസ്റ്റേഴ്സ് 100 കണക്കിന് പാസ്റ്റർമാരാ ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഇരിക്കുന്നത്. ഭയങ്കര മീറ്റിംഗ്. ഞാൻ അതിനു മുമ്പ് അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പ്രീച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ആ ദൈവദാസൻ അവിടെ വന്നു. തൻ്റെ കൂടെ ഒരു പാസ്റ്ററും കൂടി ആ യാത്രയിൽ ഉണ്ടായിരുന്നു. 2 പേരുടെ വന്നു. ആ മീറ്റിങ്ങിൽ ഹോളി സ്പിരിറ്റ് അവരെ തൊട്ടു. ഹല്ലേലൂയ. ആ ദൈവദാസൻ സന്തോഷത്തോടെ തിരിച്ചുപോയി തൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആ ചർച്ചിൽ 2000-ലധികം മക്കളുണ്ട്. ഈ 2000-ലധികം പേരെയും ജ്ഞാനസ്നാനം കൊടുത്തത് ആ ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ, കം ഓൺ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടത് അഭിഷേകമാണ്. അവർക്ക് അഭിഷേകം കർത്താവ് കൊടുത്തപ്പോൾ അഭിഷേകത്താൽ ഭൂതം വിട്ടുമാറാൻ തുടങ്ങി, അഭിഷേകത്താൽ നോയികൾ സുഖമാകാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നു, വട ഇന്ത്യ ഇപ്പം എളുപ്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തടൈകളൊന്നും ആവിയാനവർക്ക് പ്രശ്നമല്ലേ. യേശു കർത്താവിനെ കല്ലറയുടെ ഉള്ളേ കൊണ്ട് വെച്ചപ്പോൾ 3-ാം നാൾ ആവിയാനവർ യേശു കർത്താവിനെ ഉയർപ്പിച്ചു. തടൈകളൊന്നും ആവിയാനവർക്ക് മുന്നാടി തടൈകളല്ലേ സഹോദര സഹോദരി. ഇന്നേക്ക് പരിശുദ്ധാത്മാവ് പറയുകയാ, നമ്മുടെ മേലൊരു അഭിഷേകം ഒരിക്കൽ കൂടി തൊടാൻ പരിശുദ്ധാത്മാവിന് പറ്റിയാൽ ഉറപ്പാണ് നമ്മുടെ ചർച്ചിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ 5 വർഷം മഹാരാഷ്ട്രയിൽ ഊഴിയം ചെയ്തതാണ്. 5 വർഷം. അവിടെ മറാഠിയാണ്. മറാഠിക്കാരുടെ ഭാഷ എനിക്കറിയില്ല, ഹിന്ദി അറിയില്ല. പിന്നെ ഞാനങ്ങനെ മറാഠിക്കാരോട് സുവിശേഷം പറയുന്നത്. പരിശുദ്ധ ആവിയാനവർ എനിക്കൊരു ദർശനം തന്നു, ഒരു വെളിപ്പാട് എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ മഹാരാഷ്ട്രയിൽ ഊഴിയം ചെയ്യണോ. ഒരു റെയിൽവേ സ്റ്റേഷനെല്ലാം ഹോളി സ്പിരിറ്റ് കാണിച്ചു, ആവിയാനവർ കാണിച്ചു. ഞാൻ പോവുക. ആരുമില്ല, വിളിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, താമസിപ്പിക്കാൻ ആരുമില്ല. കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി നേരെ പോവുക, മഹാരാഷ്ട്രയ്ക്ക് പോവുക. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വോയിസ്, കർത്താവിൻ്റെ ശബ്ദം, ആ വെളിപ്പാട് നമുക്കത്ര ഉറപ്പാണ്. ഓ ഹല്ലേലൂയ. ആദിമസഭയുടെ ആ വേലയെല്ലാം അങ്ങനെയല്ലായിരുന്നു. ആരും വിളിച്ചിട്ട് പോയതല്ലല്ലോ, ഹോളി സ്പിരിറ്റ് അയച്ചിട്ട് പോയതല്ലേ. ഹല്ലേലൂയ. അതാണ് അപ്പസ്തോലിക ഊഴിയം, അപ്പസ്തോലിക് മിനിസ്ട്രി, അപ്പസ്തോലിക ഊഴിയം. വിളിച്ചിട്ട് പോകുന്നതല്ല, ആവിയാനവർ അയച്ചിട്ട് പോകുന്നതാണ്. പ്രൈസ് ഗോഡ്. വിളിച്ചിട്ട് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ അയച്ചിട്ട് പോകുന്നത് അതിനേക്കാൾ നല്ലതാണ്.
ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല നടപടികൾ 16-ാമത് അധ്യായം 9-ാമത് വചനത്തിൽ ഒരു വാക്യമുണ്ട്. പോള് ത്രോവാസിൽ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ വന്ന് തന്നെ വിളിക്കുകയാ. എന്നിട്ട് ദർശനത്തിൽ ഇങ്ങനെ പറയണേ, നീ വന്ന് ഞങ്ങളെ സഹായിക്കണം. അതാ 16-ാമത് അധികാരം 9-ാമത് വചനം അപ്പോസ്തല നടപടികൾ. പൗലൂസിന് ദർശനം ഉണ്ടായിട്ട് ഇതൊരു ദർശനമാണ്. ഇതൊരു ദർശനമാണ്. ഹല്ലേലൂയ. എപ്പോഴേ ദർശനം വന്നത്? നൈറ്റിൽ, രാത്രിയിൽ. ആമേൻ. രാത്രിയിൽ ഒരു ദർശനം വന്നു. കർത്താവ് കൊടുക്കുക, ഒരു വെളിപ്പാട് കൊടുക്കുക, ഒരു ദർശനം കൊടുക്കുക. മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ, മാസിഡോണിയ എന്ന് പറഞ്ഞാൽ ഗ്രീസാണ്, ഗ്രേക്കറാണ് അവിടെ താമസിക്കുന്നത്, ഗ്രീസാണ്. ഗ്രീസിലെ ഒരു മനുഷ്യൻ വന്നിട്ട് ദർശനത്തിൽ വിളിക്കുക, നീ വന്ന് ഞങ്ങളെ സഹായിക്കണം. പൗലൂസ് ഇരിക്കുന്ന ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ടർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ആ രാത്രി കിടന്നുറങ്ങിയപ്പോൾ പോൾ ഒരു വെളിപ്പാട്, ഒരു ദർശനം കാണുക. 10-ാമത് വചനം. ആ ദർശനം കണ്ടപോലെ അപ്പോ തന്നെ തിടീന്ന് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം. അവിടെ ഒരു വചനമുണ്ട്, ഉടനെ. റൈറ്റ്, ഉടനെ. ഹല്ലേലൂയ. ദർശനം രാത്രിയിൽ കിട്ടി, ഉടനെ. ഇപ്പൊ രാവിലെ കാലയിൽ തന്നെ അവർ സ്റ്റെപ്പ് എടുക്കുക, അവർ പോവുക ഉടനെ. നമുക്കൊക്കെ ദർശനം കർത്താവ് തരുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വരുമ്പം 50 വർഷമാവും. ദർശനമുണ്ട്. പക്ഷെ നമ്മൾ പോകാൻ തയ്യാറാകുമ്പോൾ 10-20 വർഷം കഴിയും. പോൾ അങ്ങനല്ല. ദർശനം എപ്പോൾ കിട്ടിയോ ഉടനെ. എല്ലാവരും പറഞ്ഞ ഉടനെ. നോ, ശബ്ദം ഉയർത്തി പറഞ്ഞ ഉടനെ. പലരുടെയും മിനിസ്ട്രി നോർമൽ ആയിരിക്കാൻ കാര്യം എന്താ? കിട്ടിയ ദർശനത്തിന് അനുസരണം കാണിച്ചില്ല. ആമേ. എന്നോടൊരിക്കൽ ഹോളി സ്പിരിറ്റ് പറഞ്ഞു, നീ സിക്കിമിൽ പോകാൻ പറഞ്ഞു. സിക്കിം കേട്ടിട്ടില്ല? സിക്കിം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇന്ത്യാവിലെ ഒരു അങ്ങ് ചൈനയുടെ ബോർഡർ സിക്കിം. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ പോകാം. ഞാൻ ചർച്ചിൽ പറഞ്ഞു, അടുത്ത ആഴ്ച സിക്കിമിൽ പോവാം. എത്ര പേര് വരുന്നുണ്ട്? 7-8 പേര് കൈ ഉയർത്തി. ഞങ്ങൾ 8 പേര് കൂടി ടിക്കറ്റ് എടുത്ത് സിക്കിമിന് പോവാ. ആരാ അവിടെ ചെല്ലുമ്പം വിളിക്കാനുള്ള, താമസിപ്പിക്കാനുള്ള? ഒന്നുമില്ല, ആരുമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു പോവുക. ഹല്ലേലൂയ. പാസ്റ്റർ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ജോൺസൺ പാസ്റ്റർ റൂമെല്ലാം ബുക്ക് ചെയ്തു. ഞാൻ സ്വസ്ഥമായി വന്ന് റെഡിയായി. പാസ്റ്റർജി കാറുമായിട്ട് വന്ന് എന്നെ പിക്ക് ചെയ്തു, റൂമിൽ കൊണ്ടുവന്നു, കോഫി തന്നു, സന്തോഷത്തോടെ മേടയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. പോളിനെ ആരാ റൂമിലിരുത്താനുള്ള? ആരാ കോഫി കൊടുക്കാനുള്ള? അപ്പോസ്തലനാകുന്ന പൗലൂസ്. തമിഴിലെ പൗലൂസ് തന്നെയാ പൗൽ. പൗലിനെ ആരാ കോഫി കൊടുക്കാനുള്ള? ദർശനം കിട്ടിയ നൈറ്റിൽ ദർശനം കിട്ടി. ആക്ച്വലി നമ്മ പല ദർശനങ്ങളും ഇത് അസ്ഥികൂടം പോലെ ആയിരിക്കുക. ഇപ്പം വർഷം കുറേയായി ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. കൃപാസനം ചർച്ചിന് ഇത്രയും ചർച്ചസ് കർത്താവ് തന്നത് ദർശനത്തിന് വിശ്വസ്തത കാണിച്ചത് കൊണ്ടാ. യെസ് ഓർ നോ? ഹല്ലേലൂയ. കർത്താവ് ഒരു ദർശനം തന്നാൽ അത് ചെയ്യാൻ മനസ്സുള്ളവർക്കായി സ്തോത്രം. ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, സ്പെഷ്യലി വട ഇന്ത്യയിൽ ഊളിയം സ്റ്റാർട്ട് ചെയ്തത് കർത്താവ് ദർശനം തന്നുകൊണ്ടാണ്. ദർശനം തരിക, കർത്താവ് പറഞ്ഞെടുത്തോട്ട് പോകും. ഇപ്പോഴും അങ്ങനെ ദർശനം കർത്താവ് തരും, അപ്പം തന്നെ ചർച്ചിൽ പറയും പോവുകയാണ്. ടൈം കളയത്തില്ല. ടൈം കളഞ്ഞാൽ ടൈം തിരിച്ച് കിട്ടുകയില്ല. ഹല്ലേലൂയ. പണം പോയാൽ തിരിച്ചു വരും. അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പണം തിരിച്ചെടുക്കാം. പക്ഷേ കയ്യിലെ വാച്ചിലേക്ക് നോക്ക്, ആ സൂചി കറങ്ങുന്നതിൻ്റെ ഒപ്പം എൻ്റെ ആയുസ്സും പൊക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു വരികയില്ല. അവസാനം നമ്മുടെ മരണം നടക്കുമ്പോൾ
കരഞ്ഞോണ്ട് ഇവിടുന്ന് പോകരുത്. എല്ലാ ദർശനങ്ങളും ഫുൾഫില്ലായി പൂർണ്ണമാക്കിയതിന് ശേഷം അപ്പോസ്തലനാകുന്ന പൗൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഓട്ടം ഓടി ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ കൃപയുണ്ടെങ്കിൽ കമോൺ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവത്തിന്. ഹല്ലേലൂയ. ഉടനെ അവർ പോകയാ. 9-ാമത് വചനത്തിൽ ദർശനം, 10-ാമത് വചനത്തിൽ ഡിസിഷൻ, തീരുമാനം. ഡിസിഷൻ എന്താണ് തമിഴ്? മുടിവെടുക്കുക. റൈറ്റ്. 9-ാമത് വചനം ദർശനം, 10-ാമത് വചനത്തിൽ മുടിവെടുത്തു, 11-ാമത് വചനം അപ്പോഴേ കപ്പൽ കയറി പോവുകയാണ്. അവിടെ 2 സ്ഥലത്തിൻ്റെ പേരുണ്ട്. സമത്രോക്ക ആ നിയാപ്പൊലീസ് വഴി കപ്പലിൽ യാത്ര ചെയ്ത് പോള് ഫിലിപ്പിയായിലെത്തി. ഓ ഹല്ലേലൂയ, 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 കമോൺ ഹല്ലേലൂയ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം വട ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഫാസ്റ്റ് ചെയ്ത് ഉപവാസം ഇരുന്ന് ജപം പണിക്കൊണ്ടിരുന്നപ്പോൾ ഹോളി സ്പിരിറ്റ് പറഞ്ഞു ആഫ്രിക്കയ്ക്ക് പോകാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു യെസ് ലോർഡ്, ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാം. കർത്താവിനോട് ചോദിച്ചു നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവിടെ ഒരു മന്ത്രിയെ നീ കണക്ട് ചെയ്യാൻ പോവാ, നീ അവനോട് സുവിശേഷം പറയണം. ഏത് മന്ത്രിയാ? കർത്താവ് ഒന്നും പറയുന്നില്ല. ശരി കർത്താവേ ഞാൻ പോകാം. കർത്താവ് പറഞ്ഞതാ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം ആഫ്രിക്കയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ കുറച്ച് ഇമെയിൽ കളക്ട് ചെയ്തിട്ട് പുള്ളി ഇമെയിലിൽ മെസ്സേജ് അയച്ചു, ഞാനൊരു ഇന്ത്യൻ പാസ്റ്ററാണ്, ഞാൻ പ്രേയറിന് വരികയാ, ദയവ് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇമെയിൽ അയച്ചു. ആരും കണക്ട് ചെയ്തില്ല, ആരും തിരിച്ചു വിളിച്ചില്ല. അദ്ദേഹം ആഫ്രിക്കയിൽ പോയി ഇറങ്ങി എയർപോർട്ടിൽ ചെന്നിട്ട് ഒരു ഹോട്ടലിൽ താമസിക്കാൻ ചെന്നു. എന്നിട്ട് അതിൻ്റെ റിസപ്ഷനിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പരിചയപ്പെട്ടു. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്. എവിടെ നിന്ന് വരിക? ഇന്ത്യയിൽ നിന്ന് വരിക. എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഞാൻ പ്രയറിന് വന്നതാന്ന് പറഞ്ഞു. എന്ത് പ്രയറാന്ന് ചോദിച്ചു. ഞാനൊരു പാസ്റ്ററാണ്, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. ഒരു മന്ത്രിയെ കാണുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് വല്ലതും കർത്താവ് വെളിപ്പെടുത്തിയോന്ന് ചോദിച്ചു. വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഏതാന്ന് ചോദിച്ചു. ഇന്നയാളാന്ന് പറഞ്ഞു. കർത്താവ് ഹോളി സ്പിരിറ്റ് ദീർഘദർശന ആവിയിൽ വെളിപ്പെടുത്തി കൊടുത്തതാ. ഉടനെ ഈ മനുഷ്യൻ പറയുക വെയിറ്റ് ചെയ്യ്, ആ മനുഷ്യൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നിനക്ക് വിളിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ നിങ്ങളെ കാണാൻ ഇന്ത്യ എന്നൊരു പാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ചെറുതായിട്ടൊന്ന് കൈയടിച്ച് വിട്ടേര്. എന്ന് വെച്ചാൽ നമ്മളുമായിട്ടൊന്നൊരു ബന്ധമുള്ളതെന്ന് അല്ലെന്ന് എനിക്കറിയാം. നമ്മളുമായിട്ട് യാതൊരു കണക്ഷനും ഉള്ള കാര്യമല്ല ഇത്. എന്നാലും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് കൈയടിച്ചേക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം പോയി ഈ മന്ത്രിയെ പോയി നേരിട്ട് കണ്ടു. പോയി കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ ആഫ്രിക്കൻ പാർലമെൻറ്റ് നടക്കുക. ആ പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പോകണം. ഉടനെ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിനക്ക് ടൈം ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ പാർലമെൻറ്റിലേക്ക് വാ, കുറച്ച് നേരം അവിടെ പ്രസംഗിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ദൈവദാസനെ കൊണ്ട് നേരെ പാർലമെൻറ്റിൽ കൊണ്ടുചെന്നിട്ട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നൊരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ പ്രീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവദാസൻ ആ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഒരു ദർശനം കർത്താവ് തന്നാൽ അതിനൊരു മുടിവെടുക്കാൻ നമ്മൾ തയ്യാറായാൽ അത് ഫുൾഫില്ല് ചെയ്യാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ഓ ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ദർശനങ്ങൾക്ക് മുടിവെടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലത് ഓർപ്പിച്ചു തരാൻ ദൈവത്തോട് പറ, കർത്താവേ നീ എന്നോട് പറഞ്ഞതാ കർത്താവേ, എനിക്കത് ചെയ്യണം. പോൾ അങ്ങനെ 11-ാമത് വചനത്തിൽ പോൾ നേരെ ഫിലിപ്പി ചെല്ലുകയാണ്. 11 മുതൽ വായിക്കുമ്പോൾ പോൾ അവിടെ ചെന്ന് പ്രീച്ച് ചെയ്യുന്നു. എവിടെ പ്രീച്ച് ചെയ്യുന്നു? അവിടെ ഒരു പുഴയുണ്ട്, ഒരു റിവറുണ്ട്. ആ നദിയുടെ തീരത്ത് നിന്ന് പോൾ പ്രീച്ച് ചെയ്യുക. ദർശനം കണ്ട് ഫിലിപ്പി ചെന്ന് ആ നദിയുടെ തീരത്ത് നിന്ന് പ്രീച്ച് ചെയ്യുമ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി യേശുവിനെ സ്വീകരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ ദർശനം കണ്ടു പോയവർ പ്രസംഗിച്ചതാ സഭ വളരാൻ കാരണമായി തീർന്നത്.
ഞാൻ നിങ്ങളെ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാ. മാതാക്കളെ, പിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം തന്ന ഒരു ദർശനം പൂർണ്ണമാക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ ദർശനം ഞങ്ങളത് ഫുൾഫില്ല് ചെയ്യാം. ചിലപ്പോൾ കർത്താവ് കനവിൻ വഴി പേശിക്കൊണ്ടേയിരിക്കും, സ്വപ്നത്തിൽ കൂടി പേശിക്കൊണ്ടേയിരിക്കും, ദർശനത്തിൽ കൂടി പേശിക്കൊണ്ടേയിരിക്കും. ആരോടാ കർത്താവ് പേശിക്കൊണ്ടേയിരിക്കുന്നത്? ഒരു കനവ് കർത്താവ് തന്ന, ഒരു ദർശനം തന്ന, അപ്പോഴേ മുടിവെടുക്കുന്നത് ആരാണോ ആ വ്യക്തിയുടെ രണ്ടാമത് ദർശന, മൂന്നാമത് ദർശന, നാലാമത് ദർശന. ഇല്ലെങ്കിൽ ആ ദർശനം അതോടെ സ്റ്റോപ്പായി പോകും. പിന്നെ ഒരു ദർശനം കർത്താവ് തരാതെ വരും. ഇന്ന് കർത്താവിനോട് പറയണം, എനിക്ക് കിട്ടിയ ദർശനത്തിന് എനിക്ക് മുടിവെടുക്കാൻ കഴിയാതെ വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കർത്താവേ എന്ന് പറയാൻ പറ്റുന്നവർ മാത്രം എന്നോട് ചേർന്ന കര ഉയർത്തി പരിശുദ്ധ ആവിയാനവരോട് പറഞ്ഞ്, ആവിയാനവരെ, എനിക്ക് കിട്ടിയ ദർശനത്തിന് എനിക്ക് മുടിവെടുക്കാൻ പറ്റാതെ വന്നെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് പറയുക, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാ, ഞാൻ നിന്നോട് മன்னிപ്പ് കേൾക്കുകയാ. ആവിയാനവരെ, എന്നോട് മன்னிക്കണം ആവിയാനവരെ, മன்னிക്കണം ആവിയാനവരെ. കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവിനോട് പറയുക, ആവിയാനവരെ, ആവിയാനവരെ മன்னிക്കും ആവിയാനവരെ. ഓ റബഗ ശംദ റബഖാന റബല റബഗ ശംദ ലയബഖാന ഓ റബഗ ദജനഗബ. യെസ് യെസ് യെസ്. പരിശുദ്ധാത്മാവ് പറയുക, പലർക്കും ഞാൻ ദർശനം കൊടുത്തു, പലർക്കും ഞാൻ സ്വപ്നം കൊടുത്തു, ഇന്ന കാര്യം ചെയ്യുവാൻ, ഇന്ന ഇടത്ത് പോയി ചർച്ച ആരംഭിക്കുവാൻ, ഇന്നതുപോലെ പണിയുവാൻ, ചർച്ചിന് വേണ്ടി ഇന്നത് ചെയ്യുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഹോളി സ്പിരിറ്റ് ദർശനം കൊടുത്തു. പക്ഷെ വെയിറ്റ് ചെയ്യുകയാ, വെയിറ്റ് ചെയ്യുകയാ. ഇന്നേക്ക് പരിശുദ്ധ ആവിയാനവർ തൻ്റെ ജനത്തോട് സംസാരിക്കുകയാ, ഇനി വെയിറ്റ് ചെയ്യരുത്, ടൈം വേസ്റ്റ് ആയി പോകും, ഇനി ടൈം വേസ്റ്റ് ചെയ്യരുത്. ഏതാവതോ ദർശനം ആവിയാനവർ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നേക്ക് ഹോളി സ്പിരിറ്റിനോട് പറ, ആവിയാനവരെ, ഞാനത് ഫുൾഫില്ല് ചെയ്യാം. Hoda bara la bagada janaga baga shakata raya bakana. Hora bada janaga baga shakata raya bakatana. Rata lambra bakata rabaga shata rabakana. Oh rata rabala rabaga shamda rabalaba. Rabala ragada janagada ragada janagada raga. Oh rata labara labaga shamda labara. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah. Come on, hallelujah. കരങ്ങളെ ഉയർത്തി hallelujah. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Rabaga shakaraba lead barako shakataraba kara ora taraba kataraba kash randa rabala rabaka baka shakataraya baka ora shakataraba kana. ദർശനം കിടച്ചവർ എത്ര പേർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? ദർശനം വന്ന ദർശനം കിട്ടിയവർ എത്ര പേർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? കർത്താവ് ചില വർഷങ്ങളായി ദർശനം കൊടുത്തവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. കുറേ വർഷങ്ങളായി പല സമയങ്ങളിലായി ദർശനം കൊടുത്തവർ, വേലയെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച്, എളുപ്പതലിനെ കുറിച്ച്, തിരുസഭയെക്കുറിച്ച് കർത്താവ് ഒരു ദർശനമെങ്കിലും തരാത്തവർ ഇതിൻ്റെ അകത്തിരിപ്പില്ല. ദർശനം കിട്ടിയ ദൈവമക്കൾ മാത്രം ആ കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് ദർശനം കിട്ടിയതാണ്, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ തന്നെ ആ ദർശനത്തിൻ്റെ സമാപ്തിക്ക് വേണ്ടി ദർശനത്തിനൊരു ഒരു 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 ഫുൾഫില്ല് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് സഹോദരങ്ങളെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞാൻ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കാൻ 5-6 മിനിറ്റുകൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദർശനങ്ങൾ മങ്ങിപ്പോയവരുണ്ടെങ്കിൽ വീണ്ടും കർത്താവ് തരാൻ പോകുകയാണ്. ആമേൻ. മണിക്കണക്കാണ് കർത്തൃ സമൂഹത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദർശനം കണ്ടവർ ഇവിടെയുണ്ട്. ഇപ്പോൾ അത് നടക്കുന്നില്ല, ആ ദർശനം കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കാം. മണിക്കണക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് നമുക്ക് പ്രാർത്ഥിക്കാം. ആണ്ടവർ സമൂഹത്തിൽ വീണ് കടന്ന് പ്രാർത്ഥിക്കാം. ആവിയാനവരുടെ മുന്നാടി വീണ് കടന്ന് പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റ്, ആവിയാനവരെ, എങ്ങളുടെ പിതാക്കന്മാർ അപ്പോസ്തലന്മാർ ദർശനം കണ്ടാണ് അവർ മൂവ് ചെയ്തത്. ഞങ്ങളും ദർശനം കണ്ട് മൂവ് ചെയ്യട്ടെ. ഓ രാശാലാബാരാബ ഹുഡാരാബാലാബാരാബ ലാദ്ര ബംബ്ര ബഖലാബാരാബാലാബ ഹോഡാബാരാബാലാബാരാബ ശംദാരാബ അസ്താരാബാലാബ ഖതറാബാലാബ ജിദാലാബാരാബാലാബ ഹോരാബാലാബാരാബാലാബ അവിയാനവരെ, അപ്പാ അങ്ങയോട് ചേർന്നിരുന്നപ്പ ഞങ്ങളുടെ ഇരവും പകലും അങ്ങയോട് ഇണൈന്തിരുന്ന് യോഹന്നാന്മാരോട് ചാരിയിരുന്നത് പോലെ ഓരാബാലാബാ ശംബാരാബാലാബാ ഹംദാരാബാലാബാ യെസ് മാസ്റ്റർ റഥലബ, ഞങ്ങളുടെ ദർശനത്തെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. ഹുരാലബ അഞ്ചാലബ ശബ്ദലബ തിരാലബ. അപ്പാ ഹവിയാനവരെ, ഞങ്ങളുടെ ദർശനങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഒരു മക്കളും കർത്തൃ സമൂഹത്തിൽ എളുമ്പി നിൽക്കുവാമാ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമപ്പാ. ഞങ്ങളുടെ ദർശനങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഞങ്ങളുടെ ദർശനങ്ങൾക്ക് ഞങ്ങൾക്കൊരു മുടിവെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൃപ വേണം അപ്പാ.
ഞങ്ങളുടെ ദർശനങ്ങളൊന്നും പോകരുത്, നഷ്ടമായി പോകരുത്. അതെല്ലാം പൂർണ്ണമാകണം. ഉന്നത ദേവനേ എന്നേ സുരാജനേ ഉമ്മോട് ഇണൈന്തിട എന്നുള്ളം ഏകും. ഉന്നത ദേവനേ എന്നേ സുരാജനേ ഉമ്മോട് ഇണൈന്തിട എന്നുള്ളം പരിശുദ്ധ ആവിയാനവരുമായി ഒരുമിച്ച് പോകുന്നവരും വ്യക്തിക്ക് മാത്രമേ ദർശനങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ലൈഫ്, നമ്മുടെ വാഴ്ക്കൈ വെറുതെ ആയി പോകരുത്. നമ്മുടെ മിനിസ്ട്രി ലൈഫ് വെറുതെ ആയി പോകരുത്. നമ്മ ക്രിസ്ത്യൻ ലൈഫ് വെറുതെ ആയി പോകരുത്. നമ്മ ഊളിയം ഫുൾ ഓഫ് വിഷൻസ്, മുഴുവൻ ദർശനങ്ങളാണ്. അത് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോളിംഗ് പൂർണ്ണമാകുന്നത്. യെസ് ലോർഡ്, നീ ഞങ്ങളോട് പോകാൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോകാൻ തയ്യാറാ. പുതിയ പുതിയ ചർച്ചുകൾ ആരംഭിക്കാൻ തയ്യാറാ. പുതിയ പുതിയ വേലകൾ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യെസ് യെസ് യെസ്. അവിടെ വസതികൾ കാണില്ല, അവിടെ தேவைகள் சந்திக்கப்படுவான். ബിലീവേഴ്സ് കാണുകയില്ല. എന്നാൽ എല്ലാ தேவைகளும் സന്ധിപ്പാൻ പരിശുദ്ധ ആവിയാനവർ നമ്മ കൂടെ ഇരിக்கிறார். ആവിയാനവരേ, ദർശനങ്ങൾ താരും ആണ്ടവരേ, താരും ആണ്ടവരേ. இரவெல்லாம் பகலெல்லாம் இதயம் உமக்காக துடிக்குதையா. என் நினைவெல்லாம் பேச்செல்லாம் நேசரே உம்மை பற்றித்தானே நையா. இரவெல்லாம் பகலெல்லாம் இதயம் உமக்காக துடிக்குதையா. வாய துறந்து பாடிக்க. என் நினைவெல்லாம் பேச்செல்லாம் நேசரே உம்மை பற்றித்தானே நையா. இரவெல்லாம் பகலெல்லாம் இதயம் உமக்காக துடிக்குதையா. என் நினைவெல்லாம் பேச்சல் நேசரே. കണ്ണുകളെ മൂടി ജപിപ്പാമാ. അപ്പോസ്തല നടപടികൾ 6-ാമത് അധികാരത്തിൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ വന്ന പോലെ, പ്രശ്നങ്ങൾക്ക് ബദൽ വന്ന പോലെ, ഇന്നേക്ക് ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, ആരും അറിയാതെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ആവിയാനവർ ബദൽ തരപ്പോകുക. മറുപടി കർത്താവ് തരാൻ പോകുക. അതിന് ഉത്തരം കർത്താവ് തരാൻ പോകുക. ഓരാത്താറ് അത് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഫാമിലിയിലായിക്കൊള്ളട്ടെ, ചർച്ചിൻ്റെ ആയിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ ആയിക്കൊള്ളട്ടെ, ഫിസിക്കൽ ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ കരം ഉയർത്തി കൽപ്പിക്കുകയാണ്, അതിന് ബദൽ വരട്ടു. അത്ഭുതം 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 നടക്കട്ടെ. അപ്പാ, ഞാൻ ആ വസനത്തിൻ പടി ജനത്തെ ബ്ലസ് பண்ணுക.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.